ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് സ്പെഷ്യൽ തിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി. ഞാൻ കാണിച്ചു തരാം വ്ളോഗിൽ. ഓക്കെ, നമുക്ക് പോയാലോ. സോ നമ്മളിപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം വലിയ അടുക്കളയല്ലേ. അതാണ് നമുക്ക് ആദ്യം അവിടെ ആയിരുന്നു, അപ്പറേ ആയിരുന്നു അടുക്കള. ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി, അങ്ങോട്ട് വാടകയ്ക്ക് കൊടുത്തു. നമ്മൾ ഒരു വീട് വേറെ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്താണ്. ഇവിടെ കുറച്ച് അലമ്പായിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ആക്കല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് എല്ലാവരും. അവിടെ ഇവിടെ ആയിട്ടാണ് എല്ലാം. അപ്പൊ എൻ്റെ മമ്മിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മമ്മി. കണ്ടോ എൻ്റെ മമ്മിനെ? ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് മമ്മി. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്നും മിണ്ടില്ല വ്ളോഗില്. ഞാൻ വേറെ ഒരു ദിവസം മിണ്ടിപ്പിക്കാം കേട്ടോ. നമ്മള് ഇപ്പോ ഇന്ന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പുറത്താണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ആക്ച്വലി സ്റ്റവ് വന്നിട്ട് നമ്മൾ വേറെ ഒരെണ്ണം മേടിച്ചു. വലിയ സ്റ്റവാണ് വീട്ടിൽ. ആ വലിയ സ്റ്റവ് പുറത്താണല്ലോ നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ പുറത്താണ് ഇന്ന് എല്ലാ കുക്കിംഗ് ഒക്കെ. പപ്പ കബാബ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അനിയത്തി ചിക്കൻ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിയാണ്, അവൾ വലിയ കുക്കിംഗ് ആണ്. എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ അവളാണ് എപ്പോഴും ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. എൻ്റെ പപ്പ ഭയങ്കര ബിസിയാണ് ഗൈസ്. അവ ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും കാടാണ്. ഇപ്പോൾ അനിയത്തിയുടെ കല്യാണം വരാൻ പോവുക, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവിടെ മൊത്തം മണ്ണായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പോൾ നല്ല വൃത്തിയിൽ ആക്കിയിട്ടുണ്ട്. അവിടെ കല്യാണം വരാൻ പോവല്ലേ. ഭയങ്കര വെയിലാണ് ഗൈസ്, പുറത്ത് നിൽക്കാനേ പറ്റില്ല. ഇന്ന് കറണ്ട് പോയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് വന്നല്ലേ. കറണ്ട് വന്നു ഗൈസ്. ഞാൻ കണ്ടില്ല കേട്ടോ കറണ്ട് വന്നത്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് വന്ന ഫാമിലിയാണ്. പേരെന്താണ്? ಹೆಸರೇನು? ನಂದು ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ನಿ. ಏನು ಹೇಳಕ್ಕೆ ಇಷ್ಟಪಡ್ತೀರಾ? ನಂದು ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ഗൈസ്. അവൻ ഓടുന്നു ഗൈസ്. ഞാൻ അവനോട് എന്താ ചോദിച്ചു. ആക്ച്വലി അവർ കന്നഡക്കാരാണ്, അവർക്ക് മലയാളം അറിയത്തില്ല, പാവം. ഞാൻ അവനോട് ആദ്യമായിട്ടാണ് സംസാരിച്ചത് ഈ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പപ്പ ഈ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കും. പറയൂ പപ്പ. കബാബിന്റെ കൂട്ടിലാണ് കൂട്ടി കോഴി ക്ലിയർ ആയിട്ട് കഴുകി ചേർക്കുന്നത് കബാബില്. കബാബില് ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടും. പിന്നെ കബാബിന്റെ പൗഡർ മേടിക്കാൻ കിട്ടും, അതിടും. പിന്നെ പിന്നെ വേറെ ഒന്നും ഉപ്പ് കുറച്ചുകൊണ്ടൊന്നും സാധനം ഇടും. അപ്പോൾ പപ്പ റെസിപ്പി ഒക്കെ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസ് കൂടെ ആഡ് ആക്കണം കേട്ടോ ഇതിൽ. ഇവിടെ ആദ്യമൊക്കെ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ആ ചെടി എല്ലാം ഇതായിപ്പോയി. എന്തെന്ന് വെച്ചാൽ നമ്മൾ വാടകയ്ക്ക് വേറെ ഒരു വീട് മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ടും പിന്നെ ഇവിടെ നല്ല സ്കൂളുകൾ അങ്ങനെ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സിറ്റിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇവിടെ ഒന്നും അടുത്തൊന്നും സ്കൂളോ കോളേജസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സിറ്റിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ, എപ്പോഴും ഇവിടെ കാണില്ല. അതാണ് ഇവിടെ മൊത്തം ഇങ്ങനെ ചെടിയൊക്കെ വാടിപ്പോയത്. ആദ്യം ഇവിടെ മൊത്തം ചെടികളായിരുന്നു കേട്ടോ, പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല.
ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെ അരിയൊക്കെ ഉണക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുട്ടുണ്ടാക്കണോ അല്ലെങ്കിൽ എന്താണ് ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഇത് ഡ്രൈ ചെയ്ത് മിക്സിയിൽ അരച്ച് പിന്നെ ഇത് എളുപ്പത്തിലായി കിട്ടുമല്ലോ. നമ്മൾ പാക്കറ്റ് ഒന്നും മേടിക്കുന്നില്ല, നാച്ചുറലായിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് എന്താ ഇത് മരുന്നാ? എന്തിന്റെ മരുന്ന്? ഇത് തൊണ്ടയൊക്കെ ഇടറിയിട്ടുണ്ടെങ്കിൽ ഇത് തേനിന്റെ കൂടത്തില് ഇത് ഉണക്കി അരിച്ച് തേനിന്റെ കൂടത്തിലിട്ട് നമുക്ക് കഴിക്കാം. ഇവിടെ ഒരു ചെടി നട്ടിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ. എൻ്റെ അനിയൻ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അവനാണ് വീഡിയോ പിടിക്കില്ല കേട്ടോ. ഞാൻ അവനെ കാണിക്കുന്നില്ല, ബിക്കോസ് അവന് ടീഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ കബാബൊക്കെ ഹർത്ത് കഴിഞ്ഞ് ഗൈസ്, ഫുള്ളി കംപ്ലീറ്റ്ലി എല്ലാം കഴിഞ്ഞ് ഇപ്പം നിർത്തി. പിള്ളേര് ഭയങ്കരമായിട്ട് ചോദിക്കും. ആർക്കറിയാം ഈ പിള്ളേര്? അതാ എനിക്ക് അറിയത്തില്ല. ഇന്ന് രാവിലെ കഴിക്കുന്ന മതിയോ? വേണോ? ഇല്ല, മേടിക്കണം. വേണം വേഗം ആകും. മേടിക്കും. 2 കിലോ. 1 കിലോയോ 2 കിലോയോ? 2 കിലോ മേടിച്ചു. കുറച്ച് നന്നായിരിക്കുന്നു. ആക്ച്വലി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിനുണ്ടോ? എന്റെ മമ്മിക്ക് ഭയങ്കര നാണമാണ് വീഡിയോയുടെ മുമ്പിൽ. ഹലോ ഗൈസ്. ഹലോ, ഹായ്. പപ്പ കബാബൊക്കെ സൂപ്പറാണ്. എനിക്കൊരെണ്ണം നോക്കാം. മാജിക് എനിക്കൊരെണ്ണം. ഞാൻ കത്തിച്ച് ഇതാക്കിക്കോളാം. എൻ്റെ ഇട്ടോ പോണോ? ഞാൻ കാണിക്കേ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്ന് ഇപ്പോൾ ഹെലൻ പറഞ്ഞു തരും. ഇതെങ്ങോട്ട് വേണ്ടി ഇറക്കി വെക്കാം? സ്റ്റൗവിൽ നിന്ന് എണ്ണ എടുത്ത് പുറത്തേക്ക് പോവുക. ക്യാമറമാൻ ശരിയില്ല ബാക്കി. ഗൈസ്, ആക്ച്വലി ഈ കബാബ് നല്ല രസമുണ്ട് കേട്ടോ. ഇറ്റ്സ് സോ ക്രിഞ്ചി ആൻഡ് സോ ടേസ്റ്റി. നമ്മുടെ ഈ ചേച്ചിയുടെ കല്യാണമാണ് ജനുവരി 27 നടക്കാൻ പോകുന്നത് കേട്ടോ. ഒത്തുകല്യാണമാണ്. സ്റ്റൗ കത്തിക്കാൻ പേടിയൊക്കെ ഉണ്ട്. ഞാനിപ്പോ എൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ചേട്ടായി ഇന്ന് രാവിലെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഞാനിവിടെ 2-3 ദിവസം ഉണ്ടാവും. സോ ഇവിടെയൊക്കെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിലേക്ക് വന്നാൽ 2 വീട്ടിൽ സ്പെൻഡ് ചെയ്യും. നമ്മൾ ഇവിടെ ഷിവമൊഗ്ഗ, എക്സാക്റ്റ് ഷിവമൊഗ്ഗ അല്ല, ഷിവമൊഗ്ഗയിൽ നിന്ന് കുറച്ച് നല്ല ദൂരം തന്നെ ഉണ്ട്. നമ്മൾ ഭട്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ നാടിൻ്റെ പേരാണ് നാഗവള്ളി എന്ന് പറയാം. ഇനി കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാട്ടിലൊക്കെ. ഞാൻ പിന്നെ കാണിച്ചു തരാം നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാണെന്നും. ഗായ്സ്, നമ്മുടെ പപ്പ ചോറെടുത്ത് മാറ്റി വെക്കുവാണ്. കാരണം അവിടെ നിന്ന് മണ്ണ് വീണാലേ. മണ്ണ് വീണാലോ? റൈസ് കുറച്ച് കുറഞ്ഞു പോയെന്ന ഒരു സംശയം. സോ നമ്മൾ എക്സ്ട്രാ വേറെ കുറച്ച് കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇപ്പോൾ മുന്തിരിങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി ബദം
തീ ഉണ്ടോ? പപ്പയ്ക്ക് അറിയില്ല ഇതിന്റെ ഓന. മമ്മി അവള് തീയില്ല ഇപ്പോൾ ഓഫായ എടുത്തേ ഇത് മുന്തിരിങ്ങ ചൂടാക്കൊണ്ടു ഇത്ര നേരമായിട്ട് എന്നിട്ട് തന്നെ ആ തവിയും എടുത്ത് അത് ഇടലും എടുക്കലും കൂടെ ഇല്ല തീയില്ല ഇത് മതിയല്ലേ? നോക്ക് എത്ര പെട്ടെന്ന് ഇത്. ഇപ്പൊ തീയില്ല, അന്നേരം തീ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട്. എത്ര പേര് വരും? ഈ വലിയ സ്റ്റവ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ സ്റ്റവ് ബിസിയാണോ? അവിടെ മമ്മി എന്തൊക്കെ വെച്ചിട്ടുണ്ട്? കുക്കറിനകത്ത് ചോറോ വേറെ എന്തോ വെച്ചിട്ടുണ്ട്. 2 സ്റ്റവിൻ്റെ ഇതും ഇപ്പോൾ അപ്പോൾ ഒരു മണിക്കാണ് നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ വരുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ കൂടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫാമിലി ഫങ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവരും വിളിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്. ഇപ്പോൾ നമുക്കിവിടെ തന്നെ അടുത്തടുത്താണ് നമ്മുടെ പാപ്പന്മാരും നമ്മുടെ ബാക്കി റിലേറ്റീവ്സൊക്കെ ഇവിടെ അടുത്തടുത്താണ്. സോ ഒരു പരിപാടി വന്നാൽ എല്ലാവരും ഓടിയെത്തും. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെയാണ് ഒരുമിച്ച് കൂടുന്നത് തന്നെ. അച്ഛന് വരുന്നുണ്ട് കേട്ടോ. പള്ളിയിലത്തെ അച്ഛനെ നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന് 1 മണിക്ക് അങ്ങനെ എത്തും. അപ്പോൾ അതിനേക്കാൾ മുമ്പേ എല്ലാം ആവണം. കബാബ് വറുത്ത് കഴിഞ്ഞു. ഇനി റൈസും ഒരു രീതിയിൽ വേവിച്ചെടുത്തു. പിന്നെ ആ റൈസ് ഇതിൽ ചിക്കനകത്ത് ആഡ് ചെയ്യണം. അങ്ങനെ ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ സാരിയിലായിരുന്നു മൊത്തം. കുർബാനയ്ക്ക് ഞാൻ പോയത് സാരി ഉടുത്താണ്. പിന്നെ ഫോണ് കയ്യിൽ പിടിക്കാൻ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതൊരു കാം പ്ലേസാണ്. കുറേ നല്ല കാറ്റും നല്ല സ്ഥലം കേട്ടോ. ഇവിടെ വന്ന മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. ഇത് നമ്മുടെ വീടിൻ്റെ പുറംവശമാണ്. ഇവിടെ മണ്ണൊക്കെ JCB കൊണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഇതാണ്. നമ്മൾ ഗേറ്റൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ സാധാരണ എവിടെ പോലും ഗേറ്റ് ഈ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതല്ല, എല്ലാം ഈ കോലൊക്കെ ഇട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ നാച്ചുറലായിട്ടാണ് എല്ലാം. ഇവിടേക്ക് ആരോ വരുന്നുണ്ടല്ലോ, ആരായിരിക്കും? അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട്. ആദ്യം ഇവിടെയൊക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ചെടികളൊന്നും ഇല്ല. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഹൗസ് ഉണ്ടല്ലോ, വേറെ റെൻറ്റ് ഹൗസ് എടുത്തിട്ടുണ്ട്. അവിടെയാണ് പപ്പ അമ്മി എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ താമസിക്കുന്നത്. അവർ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വരും. ഞായറാഴ്ച കുർബാനൊക്കെ കൂടാനും. പിന്നെ പപ്പ അമ്മി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ്. ഇത് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ പുല്ലൊക്കെ വളർന്നു. മുമ്പ് ഇത് നല്ല വൃത്തിയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്റ്റേജൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും അനിയത്തിയുടെയും എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ആ വീതിയിലാണ് അവരാക്കാൻ പോകുന്നത്. ഇവിടുന്ന് അവിടെ വരെ ആക്കും. അങ്ങനെ ഇതാ എൻ്റെ വീടാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതൊക്കെയാണ്. ഇതെൻ്റെ സ്റ്റേജായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു സ്റ്റേജാണ്. കാട് പിടിച്ചെടുക്കണം ഗൈസ്.
പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പൈപ്പ് കണക്ഷനാണ് ഇത്. നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീടെന്നല്ല എല്ലാവരുടെ വീട്ടിലും അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കാണാം. മീനുണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അടക്കമാണ്. ചെറുക്കന് ഭയങ്കര കളിയാണ് വെള്ളത്തിൽ. ഇതിനകത്ത് മീനുണ്ടെന്നാ പറയുന്നത് എൻ്റെ അനിയന്. നോക്കാം. അകത്ത ഭയങ്കര ചെളി വെള്ളം. എവിടെ നിന്നാ കൊണ്ടുവന്ന മീൻ? പുഴന്ന് പിടിച്ചിട്ടുണ്ടോ? ഇവിടെ മമ്മി ഉള്ളി വരട്ടുന്നു ഗൈസ്. ആൻറ്റി മടുത്തോ ആൻറ്റി? ആ ബിരിയാണി ഇപ്പോൾ റെഡിയായി. ഇതിനകത്ത് ചിക്കൻ ഇട്ടിട്ടുണ്ടോ? താഴെ ഇട്ടിട്ടുണ്ടോ? ഓക്കെ. ആൻറ്റി ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് മുന്തിരിങ്ങ ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, കബാബ്, തീ കൂട്ടാൻ കറിയില്ല. എടുത്ത് ഞാൻ അതിനെ എടുത്ത് വെച്ച് കൊടുക്കും. റോസ് എടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് പിള്ളേർ വെള്ള റിബണുണ്ട്. ഇന്നിവിടെ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് കളഞ്ഞു. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു നല്ല പണിയുണ്ട്. ആൻറ്റി പറയുന്നത് ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ കറുത്തു പോയി, വെളുപ്പേ ഇല്ല എനിക്ക്. ഞാൻ ഇരുന്നവരാണ്. ഗൈസ്, അച്ഛൻ വന്നിട്ടുണ്ട് വീട്ടിൽ. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. എല്ലാം പ്രിപ്പയർ ആക്കി വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർ ആയി. ഇപ്പോൾ ബിരിയാണിയുടെ ഇത് മിക്സ് ചെയ്യാൻ പോവാം. കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അത് മുടിക്കും. Father, no, Spanish father. Happy Christmas. Happy Christmas. Happy Christmas. ആ അപ്പൊ എന്നാ പാട്ട് പാടുന്നേ? Happy Christmas to you. Happy Christmas. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ പള്ളിയിലെ അച്ഛൻ.